ഇഷ്ടപ്പെടുന്നവർക്ക് പാവയ്ക്ക് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കിക്കേ. ചോറിൻ്റെ ഒപ്പം അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഒന്ന് ചതച്ചെടുത്ത വെളുത്തുള്ളിയും വട്ടത്തിലരിഞ്ഞ 3-4 ചുവന്നുള്ളിയും ഒരു സവാള നേർമയായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത പാവയ്ക്ക വട്ടത്തിലരിഞ്ഞ് അതും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. അതിനുശേഷം മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചെറിയ ജീരകം ചതച്ചത് ഒരു 1/4 ടീസ്പൂണും കൂടി ചേർത്തിട്ട് ആ മസാലയുടെ പച്ചക്കൊത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. മസാലപ്പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തോട്ട് ഒരു അല്പം പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് അടച്ചു വെച്ചിട്ട് ആ പാവയ്ക്കൊന്ന് കുക്കാവുന്നത് വരെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇടയ്ക്കിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ പാവയ്ക്ക ഒന്ന് വേകുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ ഒരു പാവയ്ക്ക വറവൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. ഒട്ടുമേ കയ്പില്ലാതെ പാവയ്ക്ക ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ശരിക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ശരിക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.